എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഇനി വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അല്ലേ. അതായത് ഈ പറയുന്ന ജൂലൈ മാസം 18 അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 1 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിലെ വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വ്യക്തതയോടുകൂടി ആ ഡേറ്റുകളിൽ പ്ലാൻ വരുത്തിക്കൊണ്ട് ഭംഗിയായിട്ട് തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെയും ആവശ്യപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയ ഒരു മാത്സിന്റെ ഒരു ക്ലാസ് കൂടി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഇട്ട സമയത്തൊക്കെ ഒരുപാട് പേര് ആ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തി മറ്റൊരു റിവിഷൻ ക്ലാസ് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വലിയ ആത്മവിശ്വാസം കിട്ടും. ആ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് മാത്സിനകത്തെ ചോദ്യങ്ങളുടെ നിലവാരം ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരും പറഞ്ഞ കാര്യം ശരിയാണ്. റിവിഷൻ ക്ലാസ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ മാത്സിനകത്തെ ഓരോ ചോദ്യങ്ങളും ഏത് മേഖലയിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യത്തിലെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ മക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGS അതേപോലെ തന്നെ ബെവ്കോ LD ഉൾപ്പെടെയുള്ള ഇത്തവണത്തെ 10th പ്രിലിംസ് മാത്സിലെ ചോദ്യങ്ങൾ, അതിൻ്റെയൊക്കെ ഏറ്റവും നല്ല ചോദ്യങ്ങൾ അടങ്ങിയ മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ ചോദ്യം 2.02-നെ 202 കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്രയാടാ കുഞ്ഞുങ്ങളെ എന്നാണ് ചോദ്യം. ചെയ്യേണ്ട പരിപാടി ഇതാണ്ട് 2.02 തന്നിരിക്കുന്നത്. അതിനെ 202 കൊണ്ടാണ് ഹരിക്കേണ്ടത്. നോക്കിക്കോണേ, 2.02 തന്നു, അതിനെ 202 കൊണ്ടാണ് ഹരിക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ മുകളിലെ 2 ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത് അല്ലെ. മുകളിൽ ആകെ 2 ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളത്. അതായത് പോയിന്റിന് ശേഷം 2 അക്കം ഉണ്ടെന്നർത്ഥം. സ്വാഭാവികമായിട്ടും ആ ഡെസിമൽ സ്ഥാനം മാറി അതൊരു എണ്ണൽ സംഖ്യയായി മാറാൻ എത്ര ഡെസിമൽ സ്ഥാനമുണ്ടോ അത്രയും 0. ഒരു ഡെസിമൽ സ്ഥാനമേ ഉള്ളെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. മക്കളെ, 2 ഡെസിമൽ സ്ഥാനമായതുകൊണ്ട് 100 കൊണ്ട് ഗുണിക്കുക, 3 ആണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 2 എണ്ണമാണ് ഉള്ളത്, അതുകൊണ്ട് മുകളിൽ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ താഴെയും 100 കൊണ്ട് ഗുണിക്കണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചെയ്ത പരിപാടി മുകളിൽ 100 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ താഴെയും 100 കൊണ്ട് ഗുണിക്കുക. സംഭവം സെറ്റായി. ഇനി നോക്കിക്കേ, 2.02-നെ 100 കൊണ്ട് ഗുണിച്ചാൽ ദേണ്ട പിടിച്ചു 202 എന്ന് വരത്തില്ലേ. 2.02-നെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ് ഒക്കെ മാറിയിട്ട് ആ സംഖ്യ 202 ആയിട്ട് മാറും. താഴെ ഒന്നും സംഭവിക്കത്തില്ല, 202 അതുപോലെ തന്നെ ഉണ്ട്. അതിനുശേഷം ഇൻറ്റു 100 ഉണ്ടെന്ന് മനസ്സിലായി. കുഞ്ഞുങ്ങളെ, താഴെ കിടക്കുന്ന 202-ഉം മുകളിൽ കിടക്കുന്ന 202-ഉം കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടാ ദാ പിടിച്ചോ, ഉത്തരം 1/100 എന്ന് വരും. മക്കളെ, 1/100 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സംഖ്യ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തുക. 1നെ 100 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ ദേണ്ടേ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തണം. നമുക്കിവിടെ ആകെ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. ഒരു സ്ഥാനത്തിന്റെ കുറവില്ലേ? ഉണ്ട്. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ദേണ്ടേ 0.01 എന്നുള്ള ആൻസർ നിങ്ങൾ ബബിൾ ചെയ്യണം. നോക്കിക്കേ, 0.101 തെറ്റാണ് മക്കളെ. നമുക്ക് വരേണ്ടത് 0.01 ആണ്. ദേണ്ടേ 0.010 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 0.01 തന്നെയാണ്. കാരണം പോയിന്റിന് ശേഷം അവസാനം വരുന്ന പൂജ്യങ്ങൾക്ക് വിലയില്ല. അതായത് 0.010 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 0.01 ആണ്. ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ഈസ് ദ
റൈറ്റ് ആൻസർ. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി. ഡെസിമൽ നമ്പേഴ്സിനെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ദശാംശ സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടുന്ന് ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ്. മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. എടാ, x/y വില 4:3, y/z വില 6:5. അങ്ങനെയാണെങ്കിൽ x/z എത്രയാണെന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യം ആയതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. x/y വിലയും y/z വിലയും തന്നിട്ട് സാധാരണ x/y/z കണ്ടുപിടിക്കാനാണ് സാധാരണ ചോദിക്കുന്നത്. പക്ഷേ നിങ്ങളോട് ഞാൻ ചോദിച്ചത് x/z കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. എടാ, x/y-യും y/z തന്നിട്ട് x/z കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ നിരത്തി എഴുതുക, ഗുണിക്കുക. തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ നിരത്തി എഴുതുക, ഗുണിക്കുക. തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകള് 4 അംശബന്ധം 3, 4 അംശബന്ധം 3നെ 4/3 എന്ന് എഴുതാം. 6 അംശബന്ധം 5നെ 6/5 എന്ന് എഴുതാം. തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ നിരത്തി എഴുതുക, ഗുണിക്കുക, ഗുണിക്കുക. തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ 4:3നെ 4/3 എന്ന് എഴുതി, 6:5നെ 6/5 എന്ന് എഴുതി, നിരത്തി എഴുതി ഗുണിക്കുക. ദേണ്ടേ, ഇവിടെ 4ഉം 6ഉം കൂടെ ഗുണിച്ചാൽ മക്കളെ 24 എന്ന് വരും. ഡിവൈഡഡ് ബൈ, എടാ 3ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 3×5 15. 24 ഡിവൈഡഡ് ബൈ 15 എന്ന് വരും. 24 ഡിവൈഡഡ് ബൈ 15 എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം 24:15 ആണ്. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നമ്മൾ എത്താൻ സാധിച്ചിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആയോ? A/B-യും B/C-യും തന്നിട്ട് A/B/C കണ്ടുപിടിക്കാൻ സാധാരണ ചോദിക്കാറുണ്ട്. A/B-യും B/C-യും തന്നിട്ട് A/C കണ്ടുപിടിക്കാൻ ചോദിച്ചാല് തന്നിരിക്കുന്ന അംശബന്ധ സംഖ്യകൾ നിരത്തി എഴുതുക, ഗുണിക്കുക, നിരത്തി എഴുതുക, ഗുണിക്കുക, നിരത്തി എഴുതുക, ഗുണിക്കുക. 1 മാർക്ക് പെട്ടിയിലായി കഴിഞ്ഞു. ദാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇപ്പോൾ വാച്ചിൽ 12 മണി. ക്ലോക്കില് 12:15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? മക്കളെ, എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് 12 മണിയിൽ നിന്ന് 12:15 എത്തുന്നത്? നിങ്ങൾ പറയും, സാറേ 12 മണിയിൽ നിന്ന് 12:15 എത്തണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കഴിയണം. 15 മിനിറ്റ് കഴിയണം. 15 മിനിറ്റ് കഴിയണം. 15 മിനിറ്റ് കഴിയണം. മക്കളെ, നമ്മളോട് ചോദ്യം അത് സെക്കൻഡിലേക്ക് മാറ്റാനാണ് ചോദ്യകർത്താവ് പറയുന്നത്. നമുക്കറിയാം 15 മിനിറ്റ് കഴിയുമ്പോഴാണെന്നറിയാം. പക്ഷെ അതല്ല ചോദ്യം. ആ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം. എഴുതിയെടുത്തു. മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. എന്റെ കൂടെ എഴുതിയെടുക്ക്. മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ ×60. മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ ×60. മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ ×60. ഒന്നും കൂടെ, മണിക്കൂറിനെ മിനിറ്റ് ആക്കണമെങ്കിൽ ×60. മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ ×60. അപ്പോൾ തിരിച്ചാണെങ്കിലോ, സെക്കൻഡിനെ മിനിറ്റ് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60. മിനിറ്റിനെ അവർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60. മനസ്സിലായി? അപ്പോൾ കിട്ടിയ മിനിറ്റിനെ സെക്കൻഡ് ആക്കണ്ടേ? എടാ കുഞ്ഞുങ്ങളെ, മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 15നെ നമുക്ക് 60 കൊണ്ട് ഗുണിക്കണം. 15×6 = 90. ഒരു 0 കൂടെ കയറ്റി എഴുതിക്കോ.
ദാ പിടിച്ചു, ദാ പിടിച്ചു, ദേ പിടിച്ചു. ഉത്തരം 900 സെക്കൻഡ്. ഓപ്ഷൻ ബി ഈസ് ദ പക്ക ആൻസർ, ഫൈനൽ ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മറക്കല്ലേ, മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ, എടാ കുഞ്ഞുങ്ങളെ, മിനിറ്റിനെ സെക്കൻഡ് ആക്കണമെങ്കിൽ ഇൻറ്റു 60 മറന്നു പോരുത്. അടുത്തത്, അബുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. അബുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. 4 വർഷം മുമ്പ് അബുവിന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 7 മടങ്ങായിരുന്നു. അങ്ങനാണെങ്കിൽ മക്കളെ, ചോദ്യം ഇതാണ്: അബുവിന്റെ പ്രായം എത്ര? അബുവിന്റെ വയസ്സ് എത്ര? അബുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? കാരണം അബുവിന്റെ പ്രായം എത്ര എന്ന് ചോദിച്ചാല് എപ്പോഴത്തെ വയസ്സാണെന്ന് പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനാണെങ്കിൽ ദാ പിടിച്ചു, നമുക്കുള്ള ആൾക്കാരെന്ന് പറയുന്നത് അബു ഉണ്ട്, അതേപോലെ മകനുണ്ട്. എടാ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആൾക്കാരുടെ പേര് സൈഡിലോട്ട് എഴുതുക. ആൾക്കാരുടെ പേര് സൈഡിലോട്ട് എഴുതുക, ഒന്നാമത്തെ സ്റ്റെപ്പ്. കാലങ്ങൾ താഴോട്ട് എഴുതുക. കാലങ്ങൾ താഴോട്ട് എഴുതുക. കാലങ്ങൾ താഴോട്ട് എഴുതുക. കാലങ്ങൾ എന്ന് പറഞ്ഞാല് ഒരെണ്ണം ഇപ്പോൾ ഉണ്ട്, മറ്റൊരെണ്ണം ഉള്ളത് 4 വർഷം മുമ്പ്. ഈ 2 കാലഘട്ടങ്ങളാണുള്ളത്. ഒരെണ്ണം ഇപ്പോഴ്, ഒരെണ്ണം 4 വർഷം മുമ്പ്. സ്വാഭാവികമായിട്ടും ആദ്യം വരേണ്ടത് പാസ്റ്റ് അല്ലേ? പാസ്റ്റ് കഴിഞ്ഞിട്ടല്ലേ പ്രസന്റ് വരേണ്ടത്? എടാ കുഞ്ഞുങ്ങളെ, പാസ്റ്റ് കഴിഞ്ഞിട്ടല്ലേ പ്രസന്റ് വരേണ്ടത്? അപ്പോൾ നമുക്ക് 4 വർഷം മുമ്പ് ആദ്യം എഴുതാം. പാസ്റ്റ് എഴുതി വെച്ചു. അതിനുശേഷം പ്രസന്റ്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, 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 ഇപ്പോൾ. ദാണ്ടേ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. 4 വർഷം മുമ്പ് 7 മടങ്ങായിരുന്നു അല്ലേ? 4 വർഷം മുമ്പ് അബുവിന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 7 മടങ്ങായിരുന്നു. അതായത് മകൻ 1 ആണെങ്കിൽ അബു 7. അങ്ങനെ അങ്ങ് എടുത്താൽ മതി. 1 7. 6 മടങ്ങാണെങ്കിൽ 1 6. 5 മടങ്ങാണെങ്കിൽ 1 5. 4 മടങ്ങാണെങ്കിൽ 1 4. ഇവിടെ 7 മടങ്ങായതുകൊണ്ട് 1 7. സെറ്റ്. അടുത്തത്, ഇപ്പോൾ 4 മടങ്ങാണ്. അതായത് മകൻ 1 ആണെങ്കിൽ അബു 4 4 4 4. 4 മടങ്ങെന്ന് പറഞ്ഞ 1 4. 7 മടങ്ങെന്ന് പറഞ്ഞ 1 7. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്തെന്നറിയോ? ഇത്തരത്തില് വയസ്സിന്റെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മടങ്ങ്, മടങ്ങ്, ഇരട്ടി, മടങ്ങ്, ഇരട്ടി, മടങ്ങ്, ഇരട്ടി. 8 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 മടങ്ങായിരുന്നു. 4 വർഷത്തിന് ശേഷം അത് 3 മടങ്ങാകും. അല്ലെങ്കിൽ 9 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 7 മടങ്ങായിരുന്നു. ഇപ്പോൾ 4 മടങ്ങാണ്. ഇങ്ങനെ വരുന്ന വയസ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ചെയ്തെടുക്കേണ്ടത് ആൾക്കാരുടെ പേര് സൈഡിലോട്ട് എഴുതുക, കാലങ്ങൾ താഴോട്ട് എഴുതുക. 4 സംഖ്യകൾ കിട്ടും. അതിലെ ആ മുകളിൽ കിടക്കുന്ന 2 സംഖ്യകൾ ഉണ്ടല്ലോ, ആ മുകളിൽ കിടക്കുന്ന 2 സംഖ്യകൾ ഇല്ലടാ കുഞ്ഞുങ്ങളെ, അതിന്റെ കൂടെ നിങ്ങൾ വെറുതെ ഒരു എക്സ് കൂടി ചേർത്ത് എഴുതണം. ആ മുകളിൽ കിടക്കുന്ന 2 സംഖ്യകളുടെ കൂടെ ഒരു എക്സ് കൂടി വെറുതെ ചേർത്ത് അങ്ങോട്ട് എഴുതുക. എഴുതി വെച്ചു. ഇനി ആ എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു കുറുക്കു വഴിയുണ്ട്. ഒരു നുറുങ്ങു വഴി, കുറുക്കു വഴി, ഷോർട്ട് കട്ട് ഉണ്ട്. പറഞ്ഞു തരാം. എന്താണ്ടേ മക്കളെ, ആ എക്സ് കണ്ടുപിടിക്കാനുള്ള കുറുക്കു വഴി ഇതാണ്ട് ഇങ്ങനെയാണ്. വേണ്ടേ, ആ എക്സ് കണ്ടുപിടിക്കാനുള്ള കുറുക്കു വഴി ഇങ്ങനെയാണ്. ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക. എടാ, ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക. ഇവിടെ ഒരു 4. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ചിലപ്പോ ഇവിടെ 4 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ആ 4ഉം കൂടെ പിടിക്കാം. പക്ഷെ താഴെ ഒന്നും ഇല്ല. 4 ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 4 എന്ന് കിട്ടും. അതിനുശേഷം താഴെയുള്ള 2 സംഖ്യകൾ കണ്ട് ഇങ്ങനെ കുറയ്ക്കണം. 4ൽ നിന്ന് കുറച്ചാൽ എത്ര? 4ൽ നിന്ന് കുറച്ചാൽ 3 ഡിവൈഡഡ് ബൈ. ദേ
ദേണ്ടേ ദേണ്ടേ ദാണ്ട് ഇങ്ങനെ ഗുണിക്കണം. ക്രോസ് ആയിട്ട് ഗുണിക്കുക. 7 × 1 7 മൈനസ് ചിഹ്നം കൊടുത്തിട്ട് ദാണ്ട് മേപ്പോട്ട് ഗുണിക്കുക. 4 × 1 4 ഇങ്ങനെയാണ്. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇടതുവശത്തെ സംഖ്യകൾ കൂട്ടുക, താഴെയുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിക്കുക, മൈനസ് ചിഹ്നം കൊടുക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക, മൈനസ് ചിഹ്നം കൊടുക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക, മൈനസ് ചിഹ്നം കൊടുക്കുക. അപ്പോൾ 4 × 3 12 ഡിവൈഡഡ് ബൈ 7 4 കുറച്ചാല് 3. മക്കളെ 12നെ 3 കൊണ്ട് ഹരിച്ചാല് 4 കിട്ടും. അപ്പൊ നമുക്ക് 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ 7x എന്ന് പറയുന്നാൽ എക്സിന്റെ വില 4 ആണല്ലോ. അപ്പൊ 7x എന്ന് പറഞ്ഞാൽ 7 × 4 7 × 4 28 എന്ന് വരും. സെറ്റ്. അടുത്തത് 1x എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില 4 ആണ്. 1x എന്ന് പറഞ്ഞാൽ 1 × 4 4 എന്ന് കിട്ടും. കണ്ടോ? അതായത് 4 വർഷം മുമ്പ് അബുവിന്റെ വയസ്സ് 28. 4 വർഷം മുമ്പ് 28. 4 വർഷം മുമ്പ് 28 ആണ്. മക്കളെ 4 വർഷം മുമ്പ് 28 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ 4 കൂട്ടിയാൽ പോരേടാ. എടാ 4 വർഷം മുമ്പ് 28 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ 4 കൂട്ടുക. 28ന്റെ കൂടെ 4 കൂട്ടിയാൽ 32. അബുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 32. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 4 വർഷം മുമ്പ് 4 അല്ലേ? 4 വർഷം മുമ്പ് 4 വയസ്സാണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 4 4 8 അല്ലേ? 8. നമ്മുടെ ചോദ്യം അബുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. ആൻസർ കിട്ടി 32. ഒന്നും കൂടെ പറയാം, അവസാനമായിട്ട് ഒന്നും കൂടെ പറയുന്നു. 4 സംഖ്യകൾ സെറ്റാക്കി വെച്ചിട്ട് ആ മുകളിൽ കിടക്കുന്ന 2 സംഖ്യകളുടെ കൂടെ എക്സ് കൂടി കൊടുക്കുക. ആ എക്സ് കണ്ടുപിടിക്കാനുള്ള കുറുക്ക് വഴി ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുക, ഇൻഡു ചിഹ്നം കൊടുക്കുക, താഴെയുള്ള 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിച്ച് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എക്സ് കിട്ടും. ആ എക്സിന്റെ വില ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം മുമ്പുള്ള വയസ്സ് കിട്ടും. ചോദിച്ചത് ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചത്. 4 വർഷം മുമ്പ് എത്ര വയസ്സുണ്ടോ അതിന്റെ കൂടെ 4 കൂട്ടിയാൽ ഇപ്പോഴത്തെ വയസ്സ് സെറ്റായിട്ട് കിട്ടും. പരിപാടി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ഇതേണ്ടേ, നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചൊരു ചോദ്യം. ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമായിരുന്നു. സംഭവം ഒന്നുമില്ലടാ. ഇതേണ്ടേ, നിങ്ങൾ ആ പടം നോക്കുമ്പോൾ അറിയാം, ഒരു LGS നിലവാരത്തിലെ ചോദിച്ചു പോയ ഒരു ചോദ്യമാണ്. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഇവിടെ സംഖ്യ ഒന്നും കാണുന്നില്ല, ഇവിടെയും ഒന്നും കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ള സംഖ്യ ഏതാണ്? രണ്ടും സെയിം ആണ്. ആ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പതുക്കെ നോക്കും. ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി ആ സംഖ്യകൾ തമ്മിലൊന്ന് ഗുണിച്ചു നോക്കും. മക്കളെ 8 4 കൂടെ ഗുണിച്ചാൽ 8 × 4 32. എടാ 32നെ 3 കൊണ്ട് ഗുണിച്ചാൽ 32 × 3 കറക്റ്റ് 96. ഷാർപ്പ് 96. ഒന്നും കൂടെ 8 × 3 24, 24 × 4 96 സെറ്റ് 96. അങ്ങനാണെങ്കിൽ ഇവിടെ 6 × 4 24. അകത്ത് വരേണ്ടത് 24. ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞു. 6 × 4 24. അപ്പൊ ഇവിടെ 1 വന്നാ മതി അല്ലേ? 6 × 4 24, 24 × 1 കറക്റ്റ് 24 സെറ്റ്. അങ്ങനാണെങ്കിൽ 8 × 9 72, 72 × 1 കറക്റ്റ് 72. അപ്പൊ ഉറപ്പിച്ചു, ഓപ്ഷൻ ഡി തന്നെയായിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഒന്നുമില്ലടാ കുഞ്ഞുങ്ങളെ, ഒരു LGS പരീക്ഷയ്ക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇത്രേ ഉള്ളൂ പരിപാടി. ആ സംഖ്യകൾ ഗുണിച്ചു നോക്കുക, പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അങ്ങനാണെങ്കിൽ
പിടിയടാ അടുത്ത ക്വസ്റ്റ്യൻ കൊണ്ടുപിടി. ഇതേണ്ടേ വലിയ ഒരു നമ്പർ തന്നിരിക്കുന്നത്. ഇതിനെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര, റിമൈൻഡർ എത്ര, ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. നമുക്കിതൊക്കെ ചെയ്തു പരിചയം ഉള്ളത് കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. ഒരു LGS പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്. നിങ്ങൾക്ക് ഒരു സംഖ്യ കിട്ടിയാൽ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ അറിയാമോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ചോദ്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി. വേണ്ടേ 7 6 5 4 3 2 5നെ 11 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ചെയ്ത് പോകാം മക്കളെ. 11 6 66 ശിഷ്ടം 10. 5 താത്തിറക്കി 11 9 99 ശിഷ്ടം 6. അവസാനത്തെ 4 താത്തിറക്കി 11 5 55 55ന്റെ ബാക്കി 9 55 9ഉം 64. 3 താത്തിറക്കുമ്പോൾ 11 8 88 ശിഷ്ടം 5 വന്നു. അവസാനത്തെ 2 താത്തിറക്കി സ്വാഭാവികമായിട്ടും 11 4 44 വരും. 52 44 കുറച്ചാല് 8 വരത്തില്ലേ? 44ഉം 8ഉം 52. ഞാൻ എഴുതുന്നില്ല, 8 വരും. അവസാനത്തെ 5ഉം കൂടെ താത്തിറക്കി 85ആയി. 11 7 77 77ന്റെ ബാക്കി 8 ശിഷ്ടം 8 വന്നത്. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. ഒന്നുമില്ലടാ, നിങ്ങൾക്ക് ഹരിക്കാൻ അറിയാമോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ചോദ്യമാണ്. ഒരു LGS പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു 3-4 റിവിഷൻ ക്ലാസ്സുകളുണ്ട്. ആ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ എന്നുള്ള കാര്യം അടിവരയിട്ട് ഞാൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക. ഹരിക്കാൻ അറിയണം, ഗുണിക്കാൻ അറിയണം, കൂട്ടാൻ അറിയണം, കുറയ്ക്കാൻ അറിയണം. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നമ്പറിനെ ഈ 11 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം 8 കാര്യത്തിലെ കൺഫർമേഷൻ പക്ക 8. അടുത്തത് ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. എടാ ചുറ്റളവ് എന്ന് പറയുന്നത് 12.9 സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. സമഭുജ ത്രികോണമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സമഭുജ ത്രികോണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 3 വശങ്ങൾ തുല്യമാണ്. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത 3 വശങ്ങൾ തുല്യം, 3 കോണുകൾ തുല്യമാണ്. വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ദാ പിടിച്ചു √3/4a² ആണ് ഇക്വേഷൻ. കണ്ടോ? ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്, ഏരിയ, വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3a²/4 ആണെന്ന് ഓർത്തിരിക്കണം. ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3a. ചുറ്റളവ് 3a ആണ്. അപ്പോൾ ചോദ്യകർത്താവ് ചുറ്റളവ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി, എടാ 3a വിലയാണ് ഏത്? 12.9. ചുറ്റളവ് എന്ന് പറയുന്നത് 12.9 ആണെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3a. അപ്പോൾ 3a വിലയാണ് 12.9. കണ്ടുപിടിക്കേണ്ടത് a ആണ്. അതായത് 12.9നെ നിങ്ങൾ ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 3 അപ്പുറത്ത് പോകുമ്പോൾ ഹരണമായി 12.9നെ 3 കൊണ്ട് ഹരിക്കുക. സ്വാഭാവികമായിട്ടും പോയിന്റ് മാറണമെങ്കിൽ മുകളിൽ ആകെ ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ. ആ മുകളിലത്തെ പോയിന്റ് മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിൽ 10 കൊണ്ട് ഗുണിക്കുക. 10 കൊണ്ട് ഗുണിക്കുക, 10 കൊണ്ട് ഗുണിച്ച 129,
താഴെ 10 കൊണ്ട് ഗുണിച്ചാൽ 3 × 10 30. മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിച്ചു. മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിച്ചു. അങ്ങനാണെങ്കിൽ ദേണ്ടേ ഇനി കുഴപ്പമില്ല, 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10 എന്ന് വരും. 129നെ 3 കൊണ്ട് ഹരിച്ചാല് സൈഡിലോട്ട് മാറ്റി ചെയ്യുക. 4 3 12 3 9. സൈഡ് ചെയ്ത് നോക്ക്. സൈഡിലോട്ട് മാറ്റിയിട്ട് 129നെ 3 കൊണ്ട് ഹരിച്ചാല് 43 എന്ന് വരും. ആ 43നെ 10 കൊണ്ട് ഹരിച്ചാല് 43നെ 10 കൊണ്ട് ഹരിച്ചാല് 4.3 എന്ന് വരും അല്ലേ? ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. അതായത് 43നെ 10 കൊണ്ട് ഹരിക്കാന് 43ൽ നിന്നും ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിയാൽ മക്കളെ നമ്മുടെ ആൻസർ 4.3. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3a ആണെന്നും അതേപോലെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3/4a² ആണെന്നും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അത് എഴുതി പഠിച്ചു മനസ്സിലാക്കി വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. ദാണ്ടേ ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ച് വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ ആ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് ഏതോ ഒരു സംഖ്യ നമുക്ക് x എന്ന് എടുക്കാം. അടാ ആ സംഖ്യയിൽ നിന്ന് സംഖ്യ x അതിൽ നിന്ന് 3/8 കുറച്ചു വീണ്ടും 1/8 കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 5/12 കിട്ടി. എഴുതി വെച്ചു. എന്റെ കൂടെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ഒരു സംഖ്യയിൽ നിന്ന് 3/8 കുറച്ചിട്ട് വീണ്ടും 1/8 കുറച്ചപ്പോൾ 5/12 കിട്ടി. ഭംഗിയായിട്ട് അങ്ങ് എഴുതി വെച്ചു. ഈ കിടക്കുന്ന ദേണ്ടേ -3/8 -1/8 സംഖ്യകൾക്ക് ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടി വെക്കുക, ആ ചിഹ്നം തന്നെ കൊടുക്കുക എന്നാണ് പഠിച്ചേക്കുന്നത് അല്ലേ? അതായത് എടാ കുഞ്ഞുങ്ങളെ -3ഉം -5ഉം കൂടെ ചേർന്നാല് നമുക്കറിയാം അത് -8 ആണ്. സംഖ്യകൾക്ക് ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടി വെക്കുക, ആ ചിഹ്നം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ദേണ്ടേ മൈനസ്. അപ്പൊ നമ്മള് മൈനസ് ചിഹ്നം അതുപോലെ കൊടുത്തു. മക്കളെ ഇവിടെ 3/8 1/8 കൂടെ കൂട്ടിയാൽ രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടുമ്പോൾ ഇവന്മാരുടെ ഛേദം സെയിം ആണെങ്കിൽ അംശങ്ങൾ കൂട്ടുക. ഛേദം സെയിം ആണ്, 8 അംശങ്ങൾ കൂട്ടിക്ക് 3 1 കൂടെ കൂട്ടിയാൽ 4 അല്ലേ? അപ്പൊ നമുക്ക് 4/8 എന്ന് വന്നില്ലേ? വന്നോ? അതായത് 3/8ഉം 1/8ഉം കൂടെ കൂട്ടിയാൽ 4/8 എന്ന് വരും. ചിഹ്നം മറക്കരുത്, ചിഹ്നം മൈനസ്. ചിഹ്നം ആ സെയിം ചിഹ്നം തന്നെ കൊടുക്കുക എന്നാണ് പഠിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് വലതുവശത്ത് 5/12 എന്ന് വന്നു. ഇനി ഈ 4ഉം ഈ 8ഉം കൂടെ വെട്ടിക്കൂടെ? സ്വാഭാവികമായിട്ടും വെട്ടാമല്ലോ. 4 വെട്ടും 4ന്റെ ഗുണിതങ്ങളല്ലേ, 4 കൊണ്ട് വെട്ടാം. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1, 8നെ 4 കൊണ്ട് ഹരിച്ചാല് 2 ആണെന്ന് മനസ്സിലായി. ഈ കിടക്കുന്ന -1/2 എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോ. എടാ ഈ -1/2 അപ്പുറത്തേക്ക് പോട്ടെ. -1/2 അപ്പുറത്തോട്ട് പോയാല് അത് +1/2 ആയിട്ട് മാറും. +1/2 ആയിട്ട് മാറും. -1/2 ഈ കിടക്കുന്ന -1/2 അപ്പുറത്ത് പോയാല് +1/2 ആയിട്ട് മാറി. 5/12ഉം
1/2 കൂടെ കൂട്ടാൻ പറഞ്ഞാൽ, രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാൻ പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് മാർഗം. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് മാർഗം. ക്രോസ് ആയിട്ട് ഗുണിക്കുക. അതായത് ദാണ്ടേ 5ഉം 2ഉം കൂടെ ഗുണിച്ചാല്, 5ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 10, പ്ലസ് ചിഹ്നം കൊടുത്തു. ദേണ്ടേ 12 1ഉം കൂടെ ഗുണിച്ചാൽ 12, ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യുക. 12ഉം 2ഉം കൂടെ ഗുണിച്ചാല് 12 2 24. ഛേദങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ 12ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 12 2 24. 12ഉം 10ഉം കൂടെ കൂട്ടിയാൽ മക്കളെ 12ഉം 10ഉം കൂടെ കൂട്ടിയാൽ 22. 22 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. 22 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. വെട്ടി ചെറുതാക്കിയാൽ 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. 22നെ 2 കൊണ്ട് ഹരിച്ചാൽ 11, 24നെ 2 കൊണ്ട് ഹരിച്ചാൽ 12, 11/12, 11/12, 11/12. അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഈ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി വെച്ചിട്ട് ഞാൻ ആ പറഞ്ഞു തന്ന മുഴുവൻ കാര്യങ്ങളും വൃത്തിയായിട്ടൊന്ന് കേട്ടിട്ട് സ്വന്തമായിട്ട് ചെയ്തു നോക്കിയിട്ട് അതിന്റെ ആൻസറിലേക്ക് എത്തിക്കൂ. ഇത്തരത്തിൽ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള കാര്യം അടിവരയിട്ട് പറയുന്നു, ഉറപ്പാണ്. അടുത്തത്, ദശാംശ സംഖ്യകളെ ആദ്യം കുറയ്ക്കുക പിന്നെ ഹരിക്കുക. ദേണ്ടേ നിങ്ങൾ ആ ചോദ്യം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്. മക്കളെ 1/4 കാല് കുറച്ച എത്ര? കുഞ്ഞുങ്ങളെ 1/4 കാല് കുറച്ചാല് 1 അല്ലേ? 1/4 കാല് കുറച്ചാൽ 1 ഇനി 1/4 കൂടെ 3/4 കൂട്ടിയാൽ എത്ര? നിങ്ങൾ തന്നെ പറയും, സാറേ 3/4 കാലും കൂടെ കൂട്ടിയാൽ 1 അല്ലേ? മക്കളെ 3/4 കാലും കൂടെ കൂട്ടിയ 1 അല്ലേടാ? ആ 1ന്റെ കൂടെ ഈ 1ഉം കൂടെ കൂട്ടിയ 2 അല്ലേ? ആ 1ന്റെ കൂടെ ഈ ആദ്യം കിടക്കുന്ന 1 കൂട്ടിയാൽ 2. അപ്പോൾ 1/2 എന്ന് കിട്ടി. 1/2 എന്ന് പറഞ്ഞാൽ അര 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 അര. അര എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? അര എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? ആണ്. ഒന്നും കൂടെ പറയാം. 1/4 കാല് കുറച്ചാൽ 1. 1/4 കാല് കുറച്ചാൽ 1. 1/4 കൂടെ 3/4 കൂട്ടിയാൽ 1/4 കൂടെ 3/4 കൂട്ടിയാൽ 2. 1/2. 1/2 എന്ന് പറഞ്ഞാൽ 1/2. 1/2 എന്ന് പറഞ്ഞാൽ അര. അര എന്ന് പറഞ്ഞാൽ 0.5. ഓപ്ഷൻ ബി കുത്തിക്കൂ, 1 മാർക്ക് അടിച്ചു. അടുത്തത്, തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510 ആണെങ്കിൽ മക്കളെ ആ നടുവിലത്തെ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം. എളുപ്പവഴി പറഞ്ഞു തരാം. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രമാത്രം അങ്ങ് ചെയ്തു വെച്ചാൽ മതി. ആ തുക ഉണ്ടല്ലോടാ, ആ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഡിൽ നമ്പർ കിട്ടും, മധ്യപദം കിട്ടും, ഉറപ്പിക്കാം. അതായത് 510നെ 5 കൊണ്ട് ഹരിച്ചാൽ 1 5 5, 1 5 5, 2 5 10, 102. സിംപിളി ആൻസർ ഓപ്ഷൻ ബി. ഒറ്റയടിക്ക് ആൻസർ കിട്ടും, ഒന്നുമില്ല. സിമ്പിൾ പരിപാടിയാ, നിങ്ങൾ ഒന്നുമേ ചെയ്യണ്ട, വളരെ എളുപ്പമുള്ള പരിപാടിയാ. തുടർച്ചയായ ഇത്ര സംഖ്യകളുടെ തുക തന്നിട്ട് മിഡിൽ നമ്പർ മധ്യപദം കണ്ടുപിടിക്കാൻ ചോദിച്ചാല് സംഖ്യകളുടെ തുക എടുക്കുക, എണ്ണം കൊണ്ട് ഹരിക്കുക. തുക എടുക്കുക, എണ്ണം കൊണ്ട് ഹരിക്കുക. തുക എത്ര? തുക തന്നിട്ടുണ്ട് 510.
എണ്ണം എത്ര? 5. 510 5 കൊണ്ട് ഹരിച്ചാൽ മക്കളെ 102. ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. 1 മാർക്ക് കൂടെ നമ്മുടെ വെട്ടിയിലോട്ട് വരുന്നു. പിടിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ. 2 ചതുരങ്ങളുടെ നീളങ്ങള് യഥാക്രമം 12ഉം 10ഉമാണ്. വീതി യഥാക്രമം 6ഉം 8ഉമാണ്. ഒന്നും കൂടെ പറഞ്ഞു തരാം. 2 ചതുരം വേണ്ടേ, ഇത് ഒരു ചതുരം, ഇത് മറ്റൊരു ചതുരമാണ്. 2 ചതുരം. അതിലെ ഒന്നാമത്തെ ചതുരത്തിന്റെ നീളം 12, രണ്ടാമത്തേതിന്റെ നീളം 10. ഒന്നാമത്തെ ചതുരത്തിന്റെ വീതി 6, രണ്ടാമത്തെ ചതുരത്തിന്റെ വീതി 8. ചോദ്യകർത്താവ് ചോദിക്കുന്നു, ഇവന്റെ പരപ്പളവും ലവന്റെ പരപ്പളവും തമ്മിലുള്ള അംശബന്ധം എത്ര? പരപ്പളവ് കണ്ടുപിടിക്കാൻ നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ പോരെ? എടാ കുഞ്ഞുങ്ങളെ, പരപ്പളവ് കണ്ടുപിടിക്കാൻ നീളവും വീതിയും കൂടെ ഗുണിക്കുക. നീളവും വീതിയും കൂടെ ഗുണിക്കുക. നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ പരപ്പളവ് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് 12 × 6, 12 6 72 സെറ്റ്. രണ്ടാമത്തെ ചതുരം, 2 ചതുരമാണേ, രണ്ടാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നീളവും വീതിയും കൂടെ ഗുണിക്കുക. 10ഉം 8ഉം കൂടെ ഗുണിച്ചാൽ 80. ഇവ തമ്മിലുള്ള അംശബന്ധം എടുക്കാനാണ് പറഞ്ഞത്. അംശബന്ധം എന്ന് പറഞ്ഞാൽ വെട്ടി 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 ചെറുതാക്കുക. 72ഉം 80ഉം കൂടെ 8 കൊണ്ട് വെട്ടിക്കൂടെ? എടാ കുഞ്ഞുങ്ങളെ, 8 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 72നെ 8 കൊണ്ട് ഹരിച്ചാൽ 9 അല്ലേ? 80നെ 8 കൊണ്ട് ഹരിച്ചാൽ 10 അല്ലേ? അപ്പൊ ആൻസർ 9:10 അല്ലേ? ഓപ്ഷൻ സി ഈസ് ദ പക്ക ആൻസർ, ഫൈനൽ ആൻസർ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണാവുന്നുണ്ട്. ചതുരത്തിന്റെ പരപ്പളവുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ LGSന്റെ പരീക്ഷകൾക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അടുത്തത് വേണ്ടേ, ഇതൊരു നല്ല ചോദ്യം. 2 × 5 × 7 × 4 × 2 × 5 × 7 അതിന്റെ വർഗമൂലം എത്രയാണെന്നാണ് ചോദ്യം. ഇത്തരത്തിലെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. ഇതാണ്ടേ, 2 × 5 × 7 × 4 × 2 × 5 × 7ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മക്കളെ, ചെയ്യേണ്ട പരിപാടി ഇതാണ്ടേ, പറഞ്ഞു തരാം. ഇതാണ്ടേ, എടാ 2ഉം 2ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 4 അല്ലേ? 4ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 4ന്റെ സ്ക്വയർ റൂട്ട് 2 അല്ലേ? 2 അല്ലേ? 2 അല്ലേ? 2. അപ്പൊ അത് കിട്ടി 2. അടുത്തത് 5ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 25. 25ന്റെ സ്ക്വയർ റൂട്ട് 5. 7ഉം 7ഉം കൂടെ ഗുണിച്ചാൽ 49. 49ന്റെ സ്ക്വയർ റൂട്ട് 7. പിന്നെ ബാക്കിയുള്ളത് 4 മാത്രമേ ഉള്ളൂ. 4ന്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. 2 ആണ്. ഇനി 2ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 10. 7ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 14. മക്കളെ, 14നെ 10 കൊണ്ട് ഗുണിച്ചാൽ, എടാ 14നെ 10 കൊണ്ട് ഗുണിച്ചാൽ 140. ആൻസർ 140. പക്ക ഇത്രേ ഉള്ളൂ. 2 × 5 10, 7 × 2 14. 14നെ 10 കൊണ്ട് ഗുണിച്ചാല്, 14നെ 10 കൊണ്ട് ഗുണിച്ചാല് ആൻസർ 140 എന്ന് വൃത്തിയായിട്ട് എഴുതി അവസാനിപ്പിക്കണം. അടുത്ത ചോദ്യം ദാ പിടിച്ചു. വളരെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. 1500 രൂപ
പരസ്യ വിലയുള്ള ഒരു സാരി. സന്തോഷം മക്കളെ. പരസ്യ വില 1500. 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. 8% ഡിസ്കൗണ്ട്. എടാ 8% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 8% കൊടുക്കേണ്ട. അതായത് സ്വാഭാവികമായിട്ടും ഒരു സാധനത്തിന്റെ വില 100%. 8% കൊടുക്കണ്ടെങ്കിൽ 100 കുറച്ചാല് 92% വിറ്റ വില. അതായത് വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വേണ്ടേ 1500ന്റെ 92%. എന്തുകൊണ്ട്? കാരണം 8% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 92% കൊടുത്താൽ മതി. അതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടേ, ഈ രണ്ട് പൂജ്യങ്ങളും വെട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് 92 × 15 എന്ന് കിട്ടും. മക്കളെ 92നെ 15 കൊണ്ട് ഗുണിച്ചാൽ എടാ I2 10 ശിഷ്ട 1, 45ഉം 2ഉം കൂടെ കൂട്ടിയാൽ 47, 47 1 48, 1 9 9 9 4 13, 1380. അതായത് വിറ്റ വില എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 1380 രൂപയ്ക്കാണ് വിറ്റത്. എടാ 1380 രൂപയ്ക്കാണ് വിറ്റത്. 1380 രൂപയ്ക്കാണ് വിറ്റത്. 1380 രൂപയ്ക്കാണ് വിറ്റത്. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നു. കൊള്ളാമല്ലോ. 20% ലാഭം കിട്ടിയെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ വിറ്റ വില 120%. അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സാധനത്തിന്റെ വാങ്ങിയ വില 100%, 20% ലാഭം കിട്ടണമെങ്കിൽ 120%ന് വിൽക്കുക. 20% നഷ്ടമാണെങ്കിൽ വിറ്റ വില 80%. ഇതൊക്കെ പഠിപ്പിച്ചതാ. അപ്പോൾ 1380 വിൽക്കുമ്പോൾ എടാ മക്കളെ 20% ലാഭമാണെങ്കിൽ 1380 എന്ന് പറയുന്നവൻ 120% ആണ്. കണ്ടോ, 1380 വിൽക്കുമ്പോൾ 20% ലാഭമാണെങ്കിൽ 1380 എന്ന് പറയുന്നവൻ 120% ആണ്. കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില എത്ര, യഥാർത്ഥ വില എത്ര, 100% എത്രടാ, 100% എത്ര, 100% എത്ര എന്ന ചോദ്യം. 1380 വിൽക്കുമ്പോൾ 20% ലാഭമാണെങ്കിൽ 1380 വിൽക്കുമ്പോൾ 20% ലാഭമാണെങ്കിൽ 1380 എന്ന് പറയുന്നവൻ 120% ആണ്. 100% എത്ര, 100% എത്ര. ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. മക്കളെ 2 എണ്ണം ഉള്ളത് 100ഉം 1380 ആണ്. എടാ 1 എണ്ണം ഉള്ളത് 120, 120, 120, 120. താഴെ കിടക്കുന്ന 0 മേളിൽ കിടക്കുന്ന 0 കട്ടായി. താഴെ കിടക്കുന്ന 12 മേളിൽ കിടക്കുന്ന 10 കൂടെ 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടാം. 2 കൊണ്ട് വെട്ടാൻ പകുതി എടുത്താൽ മതി. 12ന്റെ പകുതി 6, 10ന്റെ പകുതി 5. വീണ്ടും നമുക്ക് ഈ കിടക്കുന്ന 6ഉം ഈ കിടക്കുന്ന 1380 കൂടെ സിമ്പിളായിട്ട് 6 കൊണ്ട് വെട്ടാൻ പറ്റും. നിങ്ങളും ചെക്ക് ചെയ്താൽ മതി. പറ്റും. കാരണം 2 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും. 2 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ ഉറപ്പിക്കാം 6 കൊണ്ട് പറ്റുമെന്നാണ്. അതായത് 2 6 12 ശിഷ്ട 1, 3 6 18, 0 കൂടെ ചേർത്തെഴുതിയാൽ 230. മക്കളെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റിയിട്ട്
1380 6 കൊണ്ട് ഹരിക്കുക. നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ആണ് 230. 230നെ 5 കൊണ്ട് ഗുണിക്കുക. 23നെ 5 കൊണ്ട് ഗുണിച്ചൊരു 0 ഇട്ടാൽ മതി. I3 15 ശിഷ്ട 1, I2 10 1 11, ഒരു 0 ചേർത്താല് 1150. ഓപ്ഷൻ ബി ഈസ് ദ പക്ക ആൻസർ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പഠിക്കണം. ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്. ഒരു LGSന്റെ പരീക്ഷയ്ക്ക് ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നിലവാരത്തിലേക്ക് ഉയർന്നു പഠിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി കണ്ടു നോക്കിയിട്ട് ഈ ചോദ്യം ഒരു പേപ്പറിനകത്തോട്ട് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചെയ്തു നോക്കിക്കേ. ഐശ്വര്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ആൻസർ കിട്ടും. ഉറപ്പായിട്ടും 1150 കിട്ടും. ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നു. +8 ഡിവൈഡഡ് ബൈ +12 ഡിവൈഡഡ് ബൈ +4 ഇൻറ്റു -6. സംഖ്യയുടെ ചിഹ്നം കൃത്യമായിട്ട് ചോദ്യകർത്താവ് തന്നിട്ടുണ്ട്. അപ്പൊ പ്ലസ് ചിഹ്നം കിടക്കുന്നവന്മാർക്കൊന്നും പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് പ്ലസ് ചിഹ്നം കിടക്കുന്നവന്മാരുടെ ഒക്കെ പ്ലസ് കളഞ്ഞാലും കുഴപ്പമില്ല. +8 പകരം 8 എഴുതിയാൽ മതി. 8 മതി. +12 പകരം 12 പറഞ്ഞാൽ മതി. +4 പകരം 4 പറഞ്ഞാൽ മതി. പക്ഷേ -6 എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അതിന് ചിഹ്നം കൊടുത്തേ പറ്റത്തുള്ളൂ. മൈനസ് സംഖ്യകൾക്ക് മാത്രമേ ചിഹ്നം വരുമ്പോൾ മാറ്റങ്ങൾ വരുത്തുള്ളൂ. പ്ലസ് സംഖ്യകൾക്കൊന്നുമേ വരുത്തില്ല. +8 8, +12 12, +4 4, -6 -6. ഓക്കെ ആണ്. ആദ്യം ചെയ്യേണ്ടത് ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് മക്കളെ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഡിവിഷൻ ഡിവിഷൻ. ദേണ്ടേ ഡിവിഷൻ ആദ്യം ചെയ്യണം. ദേണ്ടേ ഡിവിഷൻ ചെയ്യണം. അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 8 ഇൻറ്റു 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3 അല്ലേ? 3 എഴുതി വെച്ചു. ഇൻറ്റു ചിഹ്നം കൊടുത്തു. -6 എഴുതി വെച്ചു. സെറ്റ്. വേറൊന്നും ചെയ്യണ്ട. ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന് പരിഗണന കൊടുക്കണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. പ്ലസ് പ്ലസ് മൈനസ്, പ്ലസും പ്ലസും കൂടെ ഗുണിച്ചാൽ പ്ലസ്, പ്ലസും മൈനസും കൂടെ ഗുണിച്ചാൽ മൈനസ്, പ്ലസും മൈനസും കൂടെ ഗുണിച്ചാൽ മൈനസ്, മൈനസും മൈനസും കൂടെ ഗുണിച്ചാൽ പ്ലസ്, മൈനസും മൈനസും കൂടെ ഗുണിച്ചാൽ ഉത്തരം പ്ലസ്, പ്ലസും മൈനസും കൂടെ ഗുണിച്ചാൽ മൈനസ്, പ്ലസും പ്ലസും കൂടെ ഗുണിച്ചാൽ പ്ലസ്. മറന്നു പോകരുത്. അപ്പോൾ ഉത്തരം മൈനസ് ആയിരിക്കും. ആണേ. ഇനി എല്ലാം കൂടെ ഗുണിക്ക്. 8 ഇൻറ്റു 3 24. മക്കളെ 24നെ 6 കൊണ്ട് ഗുണിച്ചാൽ, എടാ 24നെ 6 കൊണ്ട് ഗുണിച്ചാല് 144. ഉത്തരം -144 എന്ന് എഴുതി അവസാനിപ്പിച്ചോ. ഒരു മാർക്ക് പെട്ടിയിൽ വന്നു. ബോർഡ് മാസിന്റെ കിടിലാം ക്വസ്റ്റ്യൻ. ഒരു LGS പരീക്ഷയ്ക്ക് ചോദിച്ചു മാറിയ ചോദ്യങ്ങളിലെ അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചു മാറിയത്. അപ്പോൾ ചിഹ്നമുണ്ടെങ്കിൽ ആ ചിഹ്നം എടുക്കണ്ട. ഏതാണെങ്കിൽ പ്ലസ് ആണെങ്കിൽ എടുക്കണ്ട, മൈനസ് ആണെങ്കിൽ എടുത്തു വെച്ചാൽ മതി കേട്ടോ. ഒന്നും കൂടെ ചെയ്ത് പഠിച്ചോണം. അടുത്തത് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല കിടിലം ക്വസ്റ്റ്യനാണ്. സാധാരണ ഒരു LGS പരീക്ഷയ്ക്ക് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുന്നതിലുപരി ചോദ്യകർത്താവ് പറയുന്നത് ട്രെയിൻ, നിങ്ങൾ വായിച്ചോ, ഞാൻ വായിക്കുന്നില്ല. ട്രെയിൻ പോകുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മനുഷ്യനെ കടന്നു പോകുന്നു. പോട്ടെ. അതിനുശേഷം ചോദ്യകർത്താവ് പറയുന്നു, എന്തു പറയുന്നു?
ആ പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നു എന്ന് പറയുന്നു. ആഹാ, കൊള്ളാമല്ലോ. സ്ഥിരം ചോദ്യമാണ്, പക്ഷെ LGSന് ചോദിക്കാറില്ല. പക്ഷെ ചോദിച്ചു. ഇക്വേഷൻ എന്തെന്നറിയോ? ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആ ഇക്വേഷൻ താണ്ട വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചങ്ങ് വെച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം ഇക്വേഷൻ. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ: ഒരു മനുഷ്യനെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു സിഗ്നൽ പോസ്റ്റിനെ കടന്നു പോകുന്നു. മനുഷ്യൻ അല്ലെങ്കിൽ സിഗ്നൽ പോസ്റ്റ്, ഇതാണ് എപ്പോഴും വരുന്നത്. ഒരു മനുഷ്യനെ കടന്നു പോകുന്നു, രണ്ടാമത് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പാലം അല്ലെങ്കിൽ ഒരു തുരങ്കത്തിനെ കടന്നു പോകുന്നു. സോ ഇങ്ങനെ വരുവാണെങ്കിൽ വേണ്ടേ ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. കാണാതെ പഠിച്ചു വെച്ചു. ഒരു മാർക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. ട്രെയിനിന്റെ നീളം എത്ര മക്കളെ? ട്രെയിനിന്റെ നീളം 160. സമയം, ആ മനുഷ്യനെ കടന്നു പോകുന്ന സമയമാണ് ആദ്യം പറയേണ്ടത്. മനുഷ്യനെ കടന്നു പോകുന്നത് 8. ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടെ കൂട്ടുക. 160 100 കൂടെ കൂട്ടിയാൽ 160 200 കൂടെ കൂട്ടിയാൽ 360 ഡിവൈഡഡ് ബൈ സമയം. സമയം തന്നിട്ടില്ല. അതായത് പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുവാൻ എടുക്കുന്ന സമയം അറിയില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും 8ഉം 16ഉം കൂടെ വെട്ടിയാൽ 1 8 2 8 16 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 20 ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ സമയം എന്ന് കിട്ടും. അവിടുന്ന് ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ 20 ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു 360. ടൈം ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 20. 0 കട്ടായി. 36നെ 2 കൊണ്ട് ഹരിച്ചാൽ 18. ഓപ്ഷൻ സി ഈസ് ദ പക്ക ആൻസർ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഒരു മനുഷ്യനെ കടന്നു പോകുന്നു, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മനുഷ്യനെ കടന്നു പോകുന്നു. അല്ലെ പോട്ടെ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റിനെ കടന്നു പോകുന്നു എന്ന് പറയുന്നു. രണ്ടാമത് പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ മക്കളെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്ന സമയമാണ്. ഇത് ആ മനുഷ്യനെ കടന്നു പോകുന്ന സമയമാണ്. ചെയ്തെടുത്താൽ ആൻസർ സെറ്റായിട്ട് നമുക്ക് കിട്ടും, ഉറപ്പിക്കാം. ഇതൊരു നല്ല ചോദ്യമാണ്, സ്ഥിരം ചോദ്യമാണ്. 3 തവണ, സ്നേഹത്തോടെ ഞാൻ പറയുന്നു, 3 തവണ ഇക്വേഷൻ എഴുതി പഠിച്ചിട്ട് 1 തവണ കൂടെ സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സാധനം സെറ്റായിട്ട് കിട്ടും. അടുത്തത് ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു. നമ്പർ സീരീസാ, കാണുമ്പോഴേ അറിയാം. 1 8 27 64 125. ഇത് ക്യൂബിന്റെ സീരീസാ അല്ലേ? ക്യൂബിന്റെ സീരീസ് ആയതുകൊണ്ട് ആദ്യം കിടക്കുന്നത് 1ന്റെ ക്യൂബാണ്. 1ന്റെ ക്യൂബ് 1 ആണെന്ന് അറിയാം. 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 3ന്റെ ക്യൂബ് 27 ആണ്. 4ന്റെ ക്യൂബ് 64 ആണ്. 5ന്റെ ക്യൂബ് 125 ആണ്. അപ്പോൾ 6ന്റെ ക്യൂബ് 216 ആണ്. ഓപ്ഷൻ സി ആണ്. നിങ്ങൾ തുടർന്ന് 7ന്റെ ക്യൂബ് 343 ആണെന്നും 8ന്റെ ക്യൂബ് 512 ആണെന്നും 9ന്റെ ക്യൂബ് 729 ആണെന്നും
10ന്റെ ക്യൂബ് 1000 ആണെന്നും ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചു. അത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തത് വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. മെന്റൽ എബിലിറ്റി പോർഷനകത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുവിധം എളുപ്പത്തിൽ കിട്ടുന്ന ചോദ്യങ്ങളാ. കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, എടാ 9, 11, 15 ഡാഷ് 29, 39 എന്നാണ് ചോദിച്ചത്. ദേണ്ടേ 9, 11 ആകണമെങ്കിൽ 2 കൂട്ടുക, 11, 15 ആകണമെങ്കിൽ 4 കൂട്ടുക, 2 കൂട്ടി 4 കൂട്ടി, അപ്പോൾ അടുത്തത് സ്വാഭാവികമായിട്ടും 6 കൂട്ടണം. 15ന്റെ കൂടെ 6 കൂട്ടിയാൽ 21. കൺഫേം ചെയ്യാൻ വേണ്ടി 6 കൂട്ടിയാൽ പിന്നെ 8 ആണ് കൂട്ടേണ്ടത്. 21ന്റെ കൂടെ 8 കൂട്ടിയാൽ 29. 29ന്റെ കൂടെ 10 കൂട്ടിയാൽ 39. സെറ്റ് 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 21. ഓപ്ഷൻ ഡി ഈസ് ദ പക്ക ആൻസർ. ഓപ്ഷൻ ഡി ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് ഐ എന്ന് പറയുന്നത് 828 ആണ്, അല്ലെങ്കിൽ EYE എന്ന് പറയുന്നത് 828. ARM എന്ന് പറഞ്ഞാൽ 639 ആണ്. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ ഇയറിന്റെ വില എത്ര, ഇയറിന്റെ വില എത്ര, ഇയറിന്റെ വില എത്ര എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. എടാ ഈയുടെ വില 8 ആണെന്ന് മനസ്സിലായി, വൈയുടെ വില 2 ആണെന്ന് മനസ്സിലായി. കണ്ടോ, ഈയുടെ വില 8, വൈയുടെ വില 2, ഈയുടെ വില 8 ആണ്. അത് എഴുതണ്ട. ഇനി എയുടെ വില 6 ആണ്, എയുടെ വില 6 ആണ്, എയുടെ വില 6 ആണ്. ആറിന്റെ വില 3 ആണ്, ആറിന്റെ വില 3 ആണ്. എമ്മിന്റെ വില 9 ആണ്, എമ്മിന്റെ വില 9 ആണ്. അപ്പോൾ ഇയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈയുടെ വില 8, ഈയുടെ വില 8 ആണ്. എയുടെ വില 6 ആണെന്ന് മനസ്സിലായി. ആറിന്റെ വില 3 ആണ്, 863. 863 എന്നുള്ള ഓപ്ഷൻ ബി ഈസ് ദ പക്ക ആൻസർ. ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടുത്ത ചോദ്യം. ആ ചോദ്യം കാണുമ്പോഴേ നമുക്കറിയാം, നമ്മൾ ആദ്യം 4 ഡയറക്ഷൻ ഒക്കെ വൃത്തിയായിട്ട് വരച്ചു വെക്കും. അതായത് വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്ന് പറയുന്ന ആ 4 ഡയറക്ഷൻ വൃത്തിയായിട്ട് വരച്ചു വെച്ചിട്ട് വലതെന്ന് കേട്ടാൽ ക്ലോക്ക് വൈസും ഇടതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന് നമുക്കറിയാം അല്ലേ? വലതെന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ് ആണ്, ഇടതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം നമുക്ക് ഡയറക്ഷൻ വരയ്ക്കാം. ആദ്യം നമുക്ക് ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ആ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകരുത്, ശ്രദ്ധിച്ചോണം. ദേണ്ടേ ഇങ്ങോട്ട് നോക്കിക്കോ എല്ലാവരും. 4 ഡയറക്ഷൻ മക്കളെ, വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, 4 ഡയറക്ഷൻ വൃത്തിയായിട്ട് വരച്ചു. ബാബു എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്ക് 6 കിലോമീറ്റർ കിഴക്കോട്ട് പോട്ടെ, കിഴക്കോട്ട്. അപ്പോൾ 6 കിലോമീറ്റർ കിഴക്കോട്ട് പോയി. ഓക്കെ, അവിടെ നിന്ന് ബിയിലെത്തി. ഓക്കെ, ബി നമ്മൾ എടുത്തു. ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ബിയിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. ഇടതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ കിഴക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നോർത്തിലേക്കാണ്. നോർത്തിലേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വടക്കോട്ട് 3 വരച്ചു. പിന്നെ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. നോർത്തിന്റെ ആന്റി ക്ലോക്ക് വൈസ്. എടാ നോർത്തിന്റെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആണ്, എന്ന് പറഞ്ഞാല് പടിഞ്ഞാറോട്ട്. പടിഞ്ഞാറോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നർത്ഥം. ഡിയിലെത്തി. ചോദ്യകർത്താവ് ചോദിക്കുന്നു, ഇവിടം കൊണ്ട് യാത്ര അവസാനിപ്പിച്ചു. മക്കളെ ദേണ്ടേ യാത്ര തുടങ്ങിയ പോയിന്റ് ഇത്, യാത്ര അവസാനിച്ച പോയിന്റ് ഇത്. എടാ കുഞ്ഞുങ്ങളെ, ഇത് രണ്ടും തമ്മിലുള്ള അകലം എത്ര 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 എത്ര? എടാ പിള്ളേര്, ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കത്തില്ലേ? ആണ്. അപ്പോൾ ആ ദൂരം എന്ന് പറയുന്നത് 3 ആണ്. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇടതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്, വലതെന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്. കിഴക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ തെക്ക്. തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള്
വലത്തോട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ വടക്ക്. അങ്ങനെ പോകും. ഇടതെന്ന് കേട്ടാൽ ആന്റി ക്ലോക്ക് വൈസ്, വലതെന്ന് കേട്ടാൽ ക്ലോക്ക് വൈസ്. മറന്നു പോകരുത്, അത് നിങ്ങളുടെ 1 മാർക്കാണ്. ഡയറക്ഷൻ. അവസാനത്തെ ചോദ്യം, 20ാമത്തെ ചോദ്യം. LGS നിലവാരത്തിലുള്ള 20 ചോദ്യങ്ങൾ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തുകയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വരിയിലെ അൻസുവിന്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 11ാമതാണ്. എടാ, മുമ്പിൽ നിന്ന് 11ാമതാണ്. മുമ്പിൽ നിന്ന് 11ാമതാണ്. നമ്മുടെ അൻസു മുമ്പിൽ നിന്ന് 11ാമതാണെങ്കിലേ അൻസുവിന്റെ മുമ്പില് 10 പേരുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മുമ്പിൽ നിന്ന് 11ാമതാണെന്ന് പറഞ്ഞാല് അൻസുവിന്റെ മുമ്പില് 10 പേരുണ്ടെന്ന് അർത്ഥം. വേണ്ടേ? അത് കഴിഞ്ഞു. ഇനി പിറകിൽ നിന്ന് 7ാമതാണ്. എടാ, പിറകിൽ 7ാമതാണെങ്കില് അൻസുവിന്റെ പിറകില് 6 പേരുണ്ടെന്നല്ലേ അർത്ഥം. പിറകീന്ന് 7ാമതാണെന്ന് പറഞ്ഞാല് പിറകിൽ 6 പേരുണ്ടെന്നാണ് അർത്ഥം. സോ ആകെയുള്ള ആളുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ദേണ്ടേ, 10ഉം 6ഉം കൂടെ കൂട്ടിയാൽ 16, 16ഉം 5ഉം കൂടെ കൂട്ടിയാൽ 16ഉം പിന്നെ 5ഉം ഉണ്ട് 17. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ മാത്സിനകത്തെ ചോദ്യങ്ങളുടെ നിലവാരം കൃത്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഒരേ മോഡലില് ഒരു 4-5 റിവിഷൻ ക്ലാസ്സുകൾ എടുത്തിട്ട് ഏത് നിലവാരത്തിലാണ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ദിവസം കൂടി സമയം ബാക്കിയുണ്ട്. പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അവസാനഘട്ട പ്രിപ്പറേഷനിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രം പരിചയപ്പെടുത്തുന്ന രീതിയിൽ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസിന്റെ പരീക്ഷാ ബാച്ചുകൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രം ക്ലാസ്സിൽ പരിചയപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് 2021 മുതൽ 2025 വരെയുള്ള വിവിധ 10th ലെവൽ പ്രിലിംസ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ മുഴുവൻ പരിശോധിച്ചിട്ട് ആ ടോപ്പിക്കുകൾ മുഴുവനായിട്ട് നോക്കിയിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തുന്ന എക്സ്ക്ലൂസീവായിട്ടുള്ള കമ്പനി ബോർഡ് LGS പരീക്ഷകളുടെ ഏറ്റവും അവസാനത്തെ ബാച്ച്. ഈ ഒരു ബാച്ചോടുകൂടി നമ്മൾ ഒരു ദൗത്യം അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന ജൂലൈ മാസം 18-ാം തീയതി നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടക്കാൻ പോകുന്ന, അങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന 10th പ്രിലിംസ് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഭംഗിയായിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും, പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും എല്ലാം ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ് ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പരീക്ഷയെ ഭംഗിയായിട്ട് നേരിട്ടുകൊണ്ട് 2026 നടക്കാൻ പോകുന്ന ഈ 10th പ്രിലിംസ് പരീക്ഷ നമുക്ക് ഒരുമിച്ച് അടിച്ചെടുക്കാം. എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക.